welcome back to Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just begin. So മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USS എക്സാമിനേഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എലിമിനേഷൻ ടെക്നിക്കിന്റെ സീരീസ് നമ്പർ 2 ആണ്. ഓക്കെ, അതിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം എന്താണ് ടോപ്പേഴ്സ് ഒരുപാട് തരത്തിലുള്ള എലിമിനേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കറക്കി കുത്തുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ബേസിക്കലി സയന്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ കറക്കി കുത്തി USSന്റെ എക്സാമിലെ ആൻസറിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുള്ള ടെക്നിക്കാണ് സാർ ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്താ PYQ'ലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആ ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് അറിയാത്ത ഏത് ചോദ്യത്തെയും ആൻസറിലേക്ക് എത്തിക്കാമെന്ന് സാർ പഠിപ്പിച്ചു തരാൻ പോവാണ്. ഓക്കെ ആണെങ്കിൽ മക്കളെ, സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, സെറ്റ് ആഷിക് സാർ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക. സോ നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാർ ഇതാ കാണിച്ചു തരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബട്ട് എന്താണ് എന്റെ കുഞ്ഞുമക്കൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ വരാവുന്ന ഒരു ഏരിയ ആണ്. ബട്ട് ഒരു ലോജിക് വെച്ച് സാറിന് അത് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്താണ് ചോദ്യം മക്കളെ? Which of the following is not included in the laws related to children's rights? അല്ലേ? യെസ്, എന്താണ് താഴെ തന്നിട്ടുള്ള നിയമങ്ങളിൽ നിന്നും കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെടാത്ത നിയമം കണ്ടെത്തുക. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബന്ധപ്പെടുന്ന നിയമമല്ല, ബന്ധപ്പെടാത്ത നിയമമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യണം. ബിക്കോസ് എന്താണ് ആ എക്സാം ഹാളിലെ പ്രഷറിൽ നിങ്ങളോട് എന്ത് ചെയ്യും, ബന്ധപ്പെടുന്ന നിയമം എന്നുള്ള രൂപത്തിലേക്ക് തിങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു കാര്യം മാർക്ക് ചെയ്യണം. ഇനി ഓരോ ഓപ്ഷൻസ് വായിച്ചു നോക്കിയാൽ മക്കളെ, എന്താണ് ചോദ്യം ചോദിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചാണ്, ബാലന്മാരുടെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചാണ് ചോദ്യം വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് വായിച്ചു നോക്കിയാൽ ഏതെല്ലാം നിയമങ്ങളിലാണ് കുട്ടികളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് അതൊക്കെ ബേസിക്കലി എന്തായിരിക്കും, ചിൽഡ്രൻസ് റൈറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ആ ഒരു ലോജിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയാലോ. സോ ഫസ്റ്റ് എന്താണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ബാലവേല വിരുദ്ധ നിയമം. അവിടെ നിങ്ങൾക്ക് ചൈൽഡ് കാണാൻ പറ്റുന്നില്ലേ മക്കളെ? ഉണ്ടല്ലോ, ബാലവേല അല്ലെ, ബാലന്മാരെ നിങ്ങൾക്ക് അവിടെ കാണാം. സോ അത് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ അല്ലെ. അത് ബന്ധപ്പെടാത്ത നിയമമല്ലല്ലോ, ബന്ധപ്പെടുന്ന നിയമല്ലേ? യെസ്, അത് വരാം. പിന്നെ പോക്സോ ആക്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, പോക്സോ ആക്ട് അല്ലെ, പ്രായപൂർത്തിയായ ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, റേപ്പ് ചെയ്യുന്നുള്ള കേസൊക്കെ വരുന്ന സമയത്ത് പോക്സോ നമ്മൾ എപ്പോഴും എന്താണ് കുട്ടികളുമായി റിലേറ്റ് ചെയ്താണ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് വെച്ച് നമുക്കറിയാം എന്താണ് അതും എന്താണ് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. പിന്നെ നമുക്ക് എന്താണ് അഴിമതി നിരോധന നിയമം. അത് ബേസിക്കലി കുട്ടികളുടെ അവകാശങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. എന്തെങ്കിലും ബന്ധമുണ്ടോ? ബേസിക്കലി അതെന്തല്ല, ഡയറക്റ്റ് നമുക്ക് അങ്ങനെ ഒരു ബന്ധം കാണാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ അവിടെ വെക്കുക. ലാസ്റ്റ് ഓപ്ഷൻ വായിച്ചു നോക്കുക, എന്താണ് ബാലനീതി നിയമം അഥവാ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അതും ബേസിക്കലി എന്താണ് ജുവനൈൽ അഥവാ ബാലന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതും എന്തായിരിക്കും കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. സോ ഈ 3 ഓപ്ഷനും A, B, D എന്താണ് മക്കളെ, ബാലന്മാരുടെ അവകാശങ്ങളെ കുറിച്ച്, ചിൽഡ്രൻസ് റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ റിമൈനിങ് ആയുള്ള ഒരൊറ്റ ഓപ്ഷൻ അവിടെ ബാക്കിയുണ്ട്, അതായിരിക്കും റൈറ്റ് ആയുള്ള ആൻസർ എന്ന് പറയുന്നത്. ഏതാണ് അഴിമതി നിരോധന നിയമം അഥവാ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ, സെറ്റ് ആണല്ലോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലോജിക്ക് നിങ്ങൾ എക്സാം ഹാൾ അപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യം നല്ല കിടിലായിട്ടുള്ള ചോദ്യം സാർ കാണിച്ചു തരട്ടെ. ബട്ട് ഇതെന്താണ് ബേസിക്കലി ഈ ഒരു ചോദ്യം വരുന്ന സമയത്ത് പല കുഞ്ഞുമക്കളും എന്താണ് വലിയ ചോദ്യമാണെന്ന് വിചാരിച്ച് വിട്ട് ചോദ്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മക്കളെ നിങ്ങൾക്ക് ഒരു ലോജിക് സാറ് പറഞ്ഞാൽ അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ മക്കളെ, എന്താണ് ചോദ്യം? ശരിയായ ജോഡി കണ്ടെത്താനാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. ബേസിക്കലി എക്സാമിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും 1 or 2 ബേസിക്കലി എന്തായിരിക്കും എല്ലാവർക്കും അറിയുന്ന ഓപ്ഷൻ ആയിരിക്കും അവരിടുക. 2 ടഫ് ഇടും, 2 സിമ്പിൾ ഇടും. ആ ഒരു ലോജിക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, അത് ബേസിക്കലി നമുക്ക് ഓൾറെഡി അറിയായിരിക്കും. ആരാണ് മക്കളെ? യെസ്, ആരാണ്? ഗാന്ധിജിയാണ് അല്ലെങ്കിൽ ഗാന്ധിജിയാണെന്ന് ഉറപ്പാണല്ലോ. അത് നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്, നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, A എന്താണ് ഓഫ് കോഴ്സ് എന്തായിരിക്കും A4 ആയിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്ഷനിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾ അടുത്ത ചോദ്യം വായിക്കുകയല്ല, അടുത്ത ഓപ്ഷൻ വായിക്കുകയല്ല, നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഈ ഒരു ഓപ്ഷൻസിലേക്ക് വരിക. A4 ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. യെസ്, എയിലുണ്ട്, ബിയിലും എന്താണ് A4 ആണ് കണക്ട് വരുന്നത്. ബട്ട് എന്താണ് സിയിലേക്ക് വരുന്ന സമയത്ത് A2 ആയിട്ടും A1 ആയിട്ടാണ്, ഡിയിൽ A1 ആയിട്ടാണ് കണക്ട്. സോ ഇത് രണ്ടും എന്തായിരിക്കില്ല, റൈറ്റ് ആൻസർ ആയിരിക്കില്ല, തെറ്റായിരിക്കും. സോ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മക്കളെ ആൻസർ ആയിട്ട് വരിക അല്ലെ. ഓഫ് കോഴ്സ് ആണല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എന്ന് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് എന്തുകൂടെ മനസ്സിലാക്കാം, A4 ആണ്. ബട്ട് എന്താണ് ഓപ്ഷൻ എയിൽ എന്താണ് B3 ആണ്, ഓപ്ഷൻ ബിയിലും എന്താണ് B3 ആണ്. അപ്പൊ ബിന്റെ കാര്യം നമുക്ക് തീരുമാനം. ബി എന്താണ്?
B3 ആയിട്ട് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ റിമൈനിങ് ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ആണ് മക്കളെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ 50-50 ചാൻസിലേക്ക് നിങ്ങൾ ആ ചോദ്യത്തെ എത്തിച്ചു. വെറും പ്യുവർ ലോജിക് വെച്ചാണ് നിങ്ങൾ എത്തിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് ഓൾറെഡി ഇതിനൊന്നും അറിയണമെന്നില്ല, യാതൊരു തരത്തിലുള്ള നോളജ്. നിങ്ങൾക്ക് ഓൾറെഡി ഒന്നേ അറിയുള്ളൂ, ഗാന്ധിജിയുടെ എന്താണ് സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന പുസ്തകമാണെന്നുള്ള ഒറ്റ ഐഡിയ നിങ്ങൾക്ക് ആ ലോജിക് വെച്ചാൽ നിങ്ങൾ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ബാക്കിയായി. എന്താണ്? പ്ലേയിങ് ഇറ്റ് മൈ വേ ആൻഡ് ആൻ ഓട്ടോബയോഗ്രഫി. അവിടെ 2 ഓപ്ഷൻ എന്താണ്? സച്ചിൻ ടെണ്ടുൽക്കറും ജവഹർലാൽ നെഹ്റു. ഇതിൽ പ്ലെയർ ആരാണ് മക്കളെ? പ്ലെയർ ആരാണ്? കളിക്കാരൻ ആരാണ്? യെസ്, വെരി ഗുഡ്. ആരാണ്? നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് കമന്റ് ഇട്ടു. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ് അല്ലെ. നെഹ്റു ആണോ കളിക്കാരൻ? അല്ല. അപ്പൊ ഓഫ് കോഴ്സ് എന്താണ്? സി ആരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും മക്കളെ? സി പ്ലേ ഇറ്റ് മൈ വേ ആരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും? യെസ്, സച്ചിൻ ടെണ്ടുൽക്കറുമായിട്ട്. അപ്പൊ സി എന്താണ് മക്കളെ? 2 ആയിരിക്കും. സി എന്തായിരിക്കും? 2 ആയിരിക്കും. സി 2 ആകുമ്പോൾ ഓഫ് കോഴ്സ് എന്തായിരിക്കും? ആൻ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ഡി എന്തുമായിട്ട് കണക്ട് ആയിരിക്കും? 1 കണക്ട് ആയിരിക്കും. സോ നിങ്ങളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ തന്നത് നിങ്ങൾക്ക് ആകെ കൂടെ എന്തേ അറിയുള്ളൂ? ഗാന്ധിജിയുടെ പുസ്തകത്തെ കുറിച്ച് അറിയും. ബട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൂപ്പർ ആയിട്ട് ആൻസറിലേക്ക് റീച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ടെക്നിക്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാ കുഞ്ഞുമക്കളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? ക്ലാസ് 7ന്റെ സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അടിപൊളിയായിട്ട് ഒരു ബാച്ച് ഉണ്ട് മക്കളെ. ദാറ്റ് ഈസ് അവഞ്ചേഴ്സ് ആണ് മക്കളെ. ആ അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ബാച്ചിലേക്ക് എന്റെ കുഞ്ഞുമക്കൾക്ക് എന്ത് ചെയ്യുക? അടിച്ചു കയറി വരിക. സോ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? കേരളത്തിന് തന്നെ മോസ്റ്റ് ട്രെൻഡിങ് ആയുള്ള ടീച്ചേഴ്സിന്റെ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും, എക്സാം ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് എന്താണ്? ഒരുപാട് വാല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും നോട്ട്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ബാച്ചിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അടിപൊളി പെട്ടെന്ന് വരിക, ജോയിൻ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ എന്താണ് ബേസിക്കലി 7th സ്റ്റാൻഡേർഡും 7ാം ക്ലാസ്സിലെ കാര്യങ്ങളും അടിപൊളിയായിട്ട് പോകാൻ പറ്റും. പ്ലസ് എന്താണ് നിങ്ങൾക്ക് USS എക്സാമിനേഷൻ സ്കിഡിലായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എന്റെ എല്ലാ കുഞ്ഞുമക്കളും സെറ്റ് ആണല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ യുവർ വീഡിയോ is over but the roar of learning never ends. This is your man Ashik sir just signing off. Thank you. Bye.